الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചും നരകത്തെ പേടിച്ചും ജീവിക്കുന്ന മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കുടുംബം ലോകത്ത് മനുഷ്യന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സൃഷ്ടാവ് നിശ്ചയിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു ജീവിത സംവിധാനമാണ് എന്നാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്ത സമാധാനം കിട്ടാൻ ആ കുടുംബത്തിന്റെ ഘടന അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച രൂപത്തിലാവണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയതിന്റെ ആകത്തുക. ആ കുടുംബത്തിലെ ഓരോരുത്തരും അവർക്ക് ലഭിച്ചിരിക്കേണ്ട സ്ഥാനവും അവർക്കുണ്ടായിരിക്കേണ്ട കടമകളെ കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ചേർന്ന് ഭാര്യയും ഭർത്താവുമാകുമ്പോഴാണ് ഒരു പുതിയ കുടുംബം ഉണ്ടാകുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ നാഥൻ ആ പുരുഷനാണ് ആവണം. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ കർമ്മത്തിലെ കൃത്യതയുമൊക്കെ ആ കുടുംബത്തിൻ്റെ ഓരോ കാര്യത്തിലും ഉണ്ടായിരിക്കണം. ആ കുടുംബത്തിലെ നാഥ അഥവാ അയാളുടെ ഭാര്യ, അവർക്ക് ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വവും ആ കുടുംബത്തിൽ അവർക്ക് ലഭിച്ചിരിക്കേണ്ട സ്ഥാനവും പരിഗണനയും കടമകളും അവകാശങ്ങളും
അതും നമ്മൾ സംസാരിച്ചു. അവർ രണ്ടുപേരും പിന്നീട് ഒരുമിച്ചാണ് ആ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാൾക്കും അവരുടേതായ ട്രാക്കുകൾ ഉണ്ട്. ആ ട്രാക്കുകളിലൂടെ രണ്ടുപേരും ഒരേ മനസ്സായി ഒരേ ശരീരമായി ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ മുന്നോട്ട് കൊണ്ടുപോകലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് അവരുടെ അഥവാ ആ കുടുംബത്തിന് കാരണക്കാരനായ ആ പുരുഷന്റെയും സ്ത്രീയുടെയും അവരുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾക്ക് ആ കുടുംബത്തിലുണ്ടായിരിക്കേണ്ട സ്ഥാനം, ആ മാതാപിതാക്കളോട് മറ്റുള്ളവർ ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്, ആ മാതാപിതാക്കൾക്ക് കുടുംബത്തിൽ ലഭിച്ചിരിക്കേണ്ട പരിഗണന, എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അവരോട് ചെയ്യാൻ പാടില്ലാത്തത്, ഇത് ഒരു മനുഷ്യന്റെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിലുണ്ടാകുന്ന ഏതൊരു പിഴവും അത് നമ്മുടെ കണക്കിനപ്പുറം അള്ളാഹുവിന്റെ ശിക്ഷ എന്നോണം അത് നമ്മുടെ കുടുംബത്തെ വല്ലാതെ എടങ്ങേറാക്കി കളയും. മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ അവരെ അവഗണിക്കുമ്പോൾ ഒരുപക്ഷെ പോലീസ് പിടിക്കുക അല്ലെങ്കിൽ ജയിലിൽ പോവുകയൊന്നും ചെയ്യൂല. പക്ഷേ പടച്ച റബ്ബിന്റെ മുമ്പിൽ അത്തരം ആളുകൾ ഏറ്റവും മ്ലേച്ഛമായ ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരാകും എന്ന് തന്നെയാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കണം, അവരോടുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, അത് നമ്മുടെ ഔദാര്യമാണോ അതല്ല നമ്മുടെ കടമയാണോ, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പുതിയ ജീവിതക്രമത്തിൽ മാതാപിതാക്കൾ കുടുംബജീവിതത്തിന്റെ പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യമായി പാലിക്കുകയും നമ്മൾ അങ്ങനെ പാലിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മക്കളൊക്കെ ശരിക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്ന് അവർ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതൊരു ഗൗരവപ്പെട്ട വിഷയമായിട്ട് തന്നെയാണ് ഖുർആനും ഇസ്ലാമും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചത്. അതിന്റെ ഗൗരവം മനസ്സിലാവാൻ ആ മാതാപിതാക്കളുടെ കടമ പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് മാത്രം മനസ്സിലാവും. ഈ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് ആയത്ത് എന്നാണ് പറയാ. നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, ഖുർആനിലെ ഇന്ന ആയത്ത് ഇന്ന ആയത്ത് ഇന്ന ആയത്ത്. ഈ ആയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിലെ ഒരു വചനമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഒരായത്താണ് അഥവാ അതൊരു വചനമാണ്. അറബി ഭാഷയിൽ വേറെ ഒരു പുസ്തകത്തിൽ നമ്മൾ ഒരു വചനത്തിനും ഒരു വാക്യത്തിനും ഒന്നും ആയത്ത് എന്ന് പറയില്ല. അത് ഖുർആനിലെ വചനങ്ങൾക്ക് മാത്രമേ ആയത്ത് എന്ന് പറയുള്ളൂ. അറബി ഭാഷയിൽ ആയത്ത് എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ അറിയോ? ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആഴത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ചില സംഗതികളെയാണ് ആയത്ത്. അതിന് മലയാളത്തിൽ പറയുന്ന പേര് ദൃഷ്ടാന്തം എന്നാണ്. ദൃഷ്ടാന്തം. സൂര്യൻ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. നമ്മൾ എത്ര ചിന്തിച്ചാലും അതിന്റെ ആഴത്തിലേക്ക് എത്താത്ത അള്ളാഹുവിന്റെ ഒരുപാട് മഹത്വം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു ദൃഷ്ടാന്തമാണ് സൂര്യൻ. സമുദ്രങ്ങൾ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. പർവ്വതങ്ങൾ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. നക്ഷത്രങ്ങൾ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അതിനൊക്കെ ആയത്ത് എന്ന പദമാണ് ഉദ്ദേശിച്ചത്. ഖുർആനിലെ ഒരു ആയത്ത് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു അറബി വചനമല്ല. എന്തുകൊണ്ടാണ് ഖുർആൻ ലോകത്ത് ഒരു അത്ഭുതമായി മാറിയത്? മുഅ്ജിസത്താണല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായിരുന്നു മരിച്ച ഒരാൾക്ക് ജീവൻ കൊടുത്തു അള്ളാഹുവിന്റെ അനുമതിയോടെ. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷിയുടെ രൂപത്തിലേക്ക് അള്ളാഹുവിന്റെ അനുമതിയോടെ അദ്ദേഹം ഊതിയപ്പോൾ അതൊരു ജീവനുള്ള പക്ഷിയായി പറന്നുപോയി. കണ്ണുകാണാത്ത ജന്മനാ കണ്ണുകാണാത്ത മനുഷ്യന്റെ മുഖത്ത് അദ്ദേഹം തടവിയപ്പോൾ ആ കണ്ണിന് കാഴ്ചയുണ്ടായി. ഒരിക്കലും മരുന്നില്ലാത്ത വെള്ളപ്പാണ്ട് ബാധിച്ച ഒരു ശരീരത്തെ അദ്ദേഹം തന്റെ കൈകൊണ്ട് തടവി സുഖപ്പെടുത്തി. ഇതൊന്നും അദ്ദേഹത്തിന്റെ കഴിവല്ല. അദ്ദേഹം പ്രവാചകനാണ് എന്ന് ഒരു ജനതയെ
അവരെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നൽകുന്ന അമാനുഷികം അഥവാ മനുഷ്യന് ഒരു കാലത്തും സാധ്യമാവാത്ത ചില കഴിവുകളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കയ്യിലെ വടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിലത്തിട്ട് കഴിഞ്ഞാൽ ആ വടി പാമ്പാകും. പാമ്പായി തോന്നല്ല, അത് പാമ്പായി മാറും. അത് അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ഒരു മുഅ്ജിസത്താണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാറ്റിനെ വാഹനമാക്കി. ഒരിടത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നാൽ അദ്ദേഹത്തിന് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ കാറ്റ് അദ്ദേഹത്തെ എടുത്ത് അവിടെ എത്തിക്കും. അതൊരു മുഅ്ജിസത്താണ്. അതായത് അവർ പ്രവാചകന്മാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അവരുടെ ജീവിതത്തിലെ അമാനുഷികമായ സംഗതികളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ഈ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒക്കെ പ്രത്യേകത എന്താ അറിയോ? അവർ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി, ഞങ്ങൾ പ്രവാചകനാണ്. മൂസാ നബി ജീവിച്ചിരിക്കുന്ന കാലത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മതി, പ്രവാചകനാണ്. കാരണം ആ ജനതയാണ് മൂസാ നബിയെ അംഗീകരിക്കേണ്ടത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മാത്രം വിശ്വാസം വന്നാൽ പോരാ. അദ്ദേഹത്തിന്റെ മരണശേഷം നൂറ്റാണ്ടുകൾ ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ നബിയാണ് എന്ന് ബോധ്യപ്പെടാൻ ഒരു അത്ഭുതം ലോകത്ത് നിലനിൽക്കണം. മറ്റൊരു അത്ഭുതമൊക്കെ അതിനെ പറഞ്ഞു പോയാൽ മതി, ആ കാലഘട്ടത്തിലെ ജനങ്ങൾ കണ്ടാലും കേട്ടാലും മതി. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് വേണ്ടത് കൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർക്ക് പ്രവാചകന്റെ മുഅ്ജിസത്ത് ലോകത്ത് ഇങ്ങനെ ഏത് മനുഷ്യനും അങ്ങനെ അത്ഭുതം ഉണ്ടെങ്കിൽ എവിടെ എന്ന് ചോദിച്ചാൽ ഇതാണ് അത്ഭുതം എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു മുഅ്ജിസത്ത് നിലനിൽക്കണം. പ്രവാചകന്റെ മുഅ്ജിസത്ത് എല്ലാ കാലത്തും ലോകത്ത് ഉണ്ടാവണം. ആ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. നമുക്കൊരു പക്ഷേ അത് അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത്ര വലിയ അത്ഭുതമൊക്കെയാണോ? ഖുർആൻ ഒരു വലിയ അത്ഭുത. ഖുർആൻ തന്നെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ ഖുർആനില്. ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നും ഇറക്കിയതല്ല, അത് മനുഷ്യനിർമ്മിതമാണ് എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഖുർആൻ, കേവലം 6000-ഓളം വചനങ്ങൾ, അറബി ഭാഷയിലെ വെറും 28 അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചാണ് ഈ ഖുർആൻ ഉണ്ടാക്കിയത്. ആർക്കെങ്കിലും മറിച്ചൊരു അഭിപ്രായമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. എത്ര കൊല്ലങ്ങള്, 10,500 കൊല്ലായി ആ വെല്ലുവിളി നിലനിൽക്കുക. ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ എത്ര $മില്യൺ ഈ ലോകത്ത് ചെലവഴിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും. അതിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഞങ്ങൾ ആ വെല്ലുവിളി ഒന്ന് ഏറ്റെടുത്ത് ഖുർആനെ പോലെ ഒന്ന് ഉണ്ടാക്കിയാൽ കഴിഞ്ഞല്ലോ ഓല പരിപാടി, എന്നാ അങ്ങനെയൊന്ന് ഉണ്ടാക്കുക എന്ന് ശ്രമിച്ചിട്ട് എന്താ നടക്കാത്തത് അറിയോ? അറബി എന്നുള്ള ഭാഷ മുസ്ലിങ്ങളെ മാത്രം കുത്തകയൊന്നല്ല. മുസ്ലിങ്ങളല്ലാത്ത പല രാജ്യങ്ങളിലും അറബി ഭാഷ പ്രധാന ഭാഷയാണ്. അറബി ഭാഷയിൽ അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയ പലരും മുസ്ലിങ്ങളായിരുന്നില്ല. എന്നിട്ട് എന്തേ അവരൊക്കെ ശ്രമിച്ചിട്ടും ഖുർആനിന് സമാന്തരമായി അതിന് ബദലായി ഒരു ഗ്രന്ഥമുണ്ടാവാത്തത്? അറബിയിലെ പദങ്ങൾ ഇപ്പൊ നമ്മളെ കണ്ട ഒരു സിനിമ പാട്ട് ഇറങ്ങിയാൽ 24 മണിക്കൂർ കൊണ്ട് അതിന്റെ പാരടി ഇറങ്ങൂലേ? എന്തേ ഖുർആനിലെ ഒരു സൂറത്തിന് ബദലായിട്ട് അറബി ഭാഷയിൽ ഒരു 4 വരി ഉണ്ടാക്കാൻ ഇത്ര വലിയ പണിയാണോ? അതിന്റെ അത്ഭുതം എന്താ? ഞങ്ങൾ ആ പദങ്ങൾ മാത്രമല്ല, അതിൻ്റെ ആഴം, അതിൻ്റെ ശൈലി, അതിൻ്റെ രൂപം, അതിലെ സാഹിത്യം, അതൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കറിയാം. ഇതുപോലെ പദങ്ങൾ ചേർത്ത് വെച്ച് ഒരു കാര്യത്തിന്റെ ഗൗരവം പ്രാധാന്യം കാണിച്ചു കൊടുക്കാൻ ഖുർആനിനോളം മറ്റൊരു ഗ്രന്ഥത്തിനും ഈ ലോകത്ത് സാധിച്ചിട്ടില്ല. ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച പല ആളുകളും പിന്നീട് മുസ്ലിങ്ങളായി മാറുന്ന അത്ഭുതകരമായ കഥ പണ്ടും നമ്മൾ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന്റെ ശൈലിയാണ്, അതൊരു അത്ഭുതം തന്നെയാണ്. ഞാനിവിടെ പറഞ്ഞത് മാതാപിതാക്കൾ അഥവാ ഒരു മനുഷ്യന് അവൻ പ്രായപൂർത്തിയാവുക 10-40 വയസ്സൊക്കെ ആവുക. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ പൂർണ്ണത പറഞ്ഞത് 40 വയസ്സാകുമ്പോൾ എന്നാണ്. അങ്ങനെ 40 വയസ്സാകുമ്പോൾ അവൻ ആരൊക്കെ ഉണ്ടാവും? മരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മാതാപിതാക്കൾ ഉണ്ടാവും, അവന് ഭാര്യ ഉണ്ടാവും, അവന് മക്കളുണ്ടാവും. അവന്റെ കുടുംബത്തിന്റെ ഏറ്റവും ചെറിയ സ്ട്രക്ചർ അതാണ്. ഏതൊക്കെ? ബാപ്പ, ഉമ്മ, ഞാന്, ഭാര്യ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കള്. ഇതാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും ചെറിയ സ്ട്രക്ചർ.
ഇതിൽ നിന്ന് മാതാപിതാക്കളെ വെട്ടിമാറ്റി ഞാനും ഭാര്യന്റെ മക്കളും എന്ന ഒരു പകുതി ഘടനയിലേക്ക് നമ്മുടെ കുടുംബ സംവിധാനം മാറിപ്പോകുന്ന സങ്കടകരമായ അവസ്ഥ എല്ലായിടത്തും കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അവരെ വെട്ടിമാറ്റുക എന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വയസ്സായ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ പറയുന്നുണ്ട് ഖുർആനിൽ. ഫലമ്മാ ബലഗ അശുദ്ധോ, ഒരു മനുഷ്യന് ജീവിതത്തിന്റെ പൂർണ്ണത എത്തി, അഥവാ 40 സന, അവന് 40 വയസ്സായി. അങ്ങനെ 40 വയസ്സായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഓന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സംഗതിയാണല്ലോ ഈ പ്രാർത്ഥന. നമ്മൾ പുറത്തേക്ക് എന്ത് പറഞ്ഞാലും ഉള്ളിലെ പ്രാർത്ഥനയാണല്ലോ നമ്മൾ. ആ പ്രാർത്ഥന അല്ലാഹു ഖുർആനിൽ പറയട്ടെ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സ്വാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി. 40 വയസ്സായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ രൂപമാണ് അല്ലാഹു പറഞ്ഞത്. അവൻ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കും എപ്പോഴും. കൊല്ലത്തിലൊരിക്കലോ പാപ്പ മരിച്ചെന്നോ ഹജ്ജിന് പോകുമ്പോഴോ അല്ലെങ്കിൽ പാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോകുമ്പോഴോ അങ്ങനെയൊന്നല്ല. അതവന്റെ ജീവിതത്തിന്റെ ഫുള്ള് ജീവനാണ്. എന്താണത്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. പടച്ചോനെ, എനിക്ക് നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കത്തക്ക ഒരു കഴിവും ശേഷിയും ഈമാനും ഒക്കെ അല്ലാഹുവേ നീ എനിക്ക് എപ്പോഴും തരണം കേട്ടോ. സ്വന്തം എന്നുള്ള നിലക്ക് എന്റെ ബാധ്യത നിർവഹിക്കാൻ, എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അല്ലാഹുവേ നിന്റെ തൗഫീക്ക് എപ്പോഴും എനിക്ക് ഉണ്ടാവണം കേട്ടോ. എപ്പോഴെങ്കിലും അല്ല, എപ്പോഴും. അതിന്റെ ശേഷം അതിനോട് ചേർത്ത് പറഞ്ഞ എന്താ നിങ്ങള്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. നീ എന്നോട് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള കഴിവും ശേഷിയും എനിക്ക് നൽകണേ എന്ന് പറഞ്ഞിട്ട് ചേർത്തു പറഞ്ഞത് വഅലാ വാലിദൈ, എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ റബ്ബേ, ആ അനുഗ്രഹങ്ങൾക്ക് എന്റെ മാതാപിതാക്കളും എനിക്ക് നീ തന്ന അനുഗ്രഹമായത് കൊണ്ട് തന്നെ ആ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അതിന് നന്ദി കാണിക്കാനും അല്ലാഹുവേ എനിക്ക് നീ കഴിവ് നൽകണമേ. ഇനി ശേഷം എന്താ പറഞ്ഞല്ലോ? വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ നല്ലത് തരണമേ. മക്കളിലേക്ക് പോകും മുമ്പ് അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിച്ചത് ആരെയാണ്? മാതാപിതാക്കളെ. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ കടപ്പാട് നിർവഹിക്കുമ്പോൾ ഒന്നാമത്തെ കടപ്പാട് എൻ്റെ റബ്ബിന് ഞാൻ അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടപ്പാട്. ആ കടപ്പാട് നിർവഹിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കേണ്ടത് എൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന എൻ്റെ മക്കളെ അല്ല, എന്നെ മടിയിൽ കിടത്തി ഉറക്കിയ എൻ്റെ മാതാപിതാക്കളെയാണ്. ആ ഖുർആന്റെ ശൈലി, അതൊരു അത്ഭുതമാണ് ആ ശൈലി. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിസ്സഹായത എന്ന് പറയുന്നത് വാർദ്ധക്യാട്ടോ, വേറെ ഒന്നുമല്ല. നമുക്ക് തോന്നും രോഗാണ്, വേറെ അതാണ് ഇതാണ്. വാർദ്ധക്യത്തോളം ഒരു മനുഷ്യനെ നിസ്സാരനാക്കുന്ന, നിസ്സഹായനാക്കുന്ന, അവന്റെ കഴിവുകളെ ചോർത്തിക്കളയുന്ന വേറെ ഒരവസ്ഥ ഈ ജീവിതത്തിൽ വരല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉറദ്ദു ഇലാ അർദലിൽ ഉംരി, പ്രായത്തിന്റെ അങ്ങേ തലക്കലേക്ക്, വാർദ്ധക്യത്തിന്റെ ആ കഠിനമായ ഗുഹക്കുള്ളിലേക്ക് എൻ്റെ ജീവിതത്തെ നീ അയക്കരുതേ റബ്ബേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിക്കാനുള്ള കാരണത. വാർദ്ധക്യം ചെറിയ സംഗതി അല്ലട്ടോ. അത് പറഞ്ഞാൽ മനസ്സിലാവൂലേ, അത് വായിച്ചാലും മനസ്സിലാവൂല, അത് ജീവിതത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. മാനസികമായി തളർന്നു പോവാ, ശാരീരികമായി തളർന്നു പോവാ, സഹിക്കാൻ പറ്റാത്ത രോഗങ്ങളുടെ കൂട്ടുകാരനാവുക, താൻ ഏറെ സ്നേഹിച്ചു വളർത്തിയ കുടുംബം പോലും തന്നെ മാറ്റി നിർത്തുന്ന, തന്നെ വിട്ടു നിർത്തുന്ന, താൻ ആർക്കു വേണ്ടി ജീവിച്ചോ അവർക്ക് താൻ വേണ്ടാത്തവനായി മാറുന്ന, എന്നാൽ അതിനോട് അതേ രൂപത്തിൽ പ്രതികരിക്കാനുള്ള ശാരീരികമായ മാനസികമായ കഴിവില്ലാതെ ആരുടെയൊക്കെയോ കാൽച്ചുവട്ടിൽ ഒരു പുഴുവിനെ പോലെ ചുരുണ്ടു കിടക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയുണ്ടല്ലോ. അതിനോളം
ദയനീയമായ ഒരവസ്ഥ ജീവിതത്തിൽ വരാല്ലോ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ഭൂമിയിലെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിയമങ്ങൾ ആവിഷ്കരിച്ച പടച്ച റബ്ബ് ആ നിയമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിയമമായി ആവിഷ്കരിച്ച നിയമം ആ വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കേണ്ടത് എങ്ങനെ എന്നിടത്താണ്. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു തആല പഠിപ്പിക്കട്ടോ, സൂറത്തുൽ ഇസ്രായിലെ 23-24 വചനം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ആയത്തുകളാണ്. സൂറത്തുൽ ഇസ്രാ അതിലെ 23-24 വചനങ്ങളാണ്. ആ വചനങ്ങനെ അവതരിപ്പിക്കുന്ന രീതി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. വഖലാ റബ്ബുക, ഖല എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? വിധിച്ചു എന്നാണ്. ഖാളി എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്നർത്ഥം. പള്ളിയിലെ ഖാളി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ വിധി പറയേണ്ട ജഡ്ജിയാണ് പള്ളിയിലെ ഇമാമായിട്ട് നിൽക്കല്. പണ്ട് കാലത്തൊക്കെ മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിധി പറയുന്നത് പള്ളിയിലെ ഇമാമാണ്. അതുകൊണ്ടാണ് ഇമാമ് ഖാളിയായിട്ട് മാറിയത്. ഖാളി എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്നാണ് അർത്ഥം. ഖല എന്ന് പറഞ്ഞാൽ വിധിച്ചു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇനി മാറ്റല്ല, ആ വിധി അത് സ്ഥാപിക്കപ്പെട്ടു, ഇനി അത് മാറ്റാനോ മറിക്കാനോ പാടില്ല. അതിനാണ് ഖല, വിധിച്ചു എന്ന് അറബി പറയാം. റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യന്മാരെയും ഒന്നായിട്ട് വിളിച്ചിട്ട് മനുഷ്യരേ എന്നല്ല, നമ്മളെ ഓരോരുത്തരെ എന്റെ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട റബ്ബ് പറയണേ റബ്ബുക എന്ന് പറഞ്ഞാൽ നീ എന്നർത്ഥം. നിന്റെ റബ്ബ് വിധിച്ചു. എല്ലാവരോടും പാടല്ല, നിങ്ങളോട് എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയുന്നതും ഒരാളെങ്ങനെ വിളിച്ചിട്ട് ആ ആളുടെ മുഖത്തേക്ക് ചൂണ്ടി ഒരു കാര്യം പറയണോ വ്യത്യാസല്ലേ? യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടല്ലോ പറഞ്ഞേ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ടല്ല പറഞ്ഞേ. റബ്ബുക, നിന്റെ റബ്ബ്, നിന്റെ ലോകത്തിലെ കോടി മനുഷ്യന്മാരുടെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. നിങ്ങളോട് ഓരോരുത്തരോട് നിന്റെ റബ്ബ് വിധിച്ചു. എന്താ വിധിച്ചതറിയോ? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിധി. അല്ലാ തഅബുദു, നീ ആരാധിക്കാതിരിക്കണം. ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും നീ ആരാധിക്കരുത്. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരോട് പ്രപഞ്ച സൃഷ്ടാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമവും പ്രധാനവുമായ വിധി, തർക്കമില്ലാത്ത വിധി, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് ആരാധ്യനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ദൃഢപ്രതിജ്ഞയോടെ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് നീ ജീവിക്കാവൂ എന്നത് മാറ്റമില്ലാത്ത വിധിയാണ്. ലോകത്തിലെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിലൂടെ അല്ലാഹു ലോകത്ത് നടപ്പാക്കിയ മാറ്റമില്ലാത്ത വിധി. ആ വിധിയോട് ചേർത്ത് അല്ലാഹു തആല പറയുന്നു വ ബിൽ വാലിദൈനി ഇഹ്സാന. വ എന്ന അറബി അക്ഷരം ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ മലയാളത്തിൽ അവൻ പ്ലസ് അവൾ, അവനും അവളും എന്ന് പറയില്ലേ, ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തി പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ആൻഡ് എന്ന് പറയും. ബോയ് ആൻഡ് ഗേൾ, ആൺകുട്ടിയും പെൺകുട്ടിയും. അങ്ങനെ ചേർത്തു പറയാൻ ഉപയോഗിക്കുന്ന അറബിയിലെ ഒരു സാധാരണ അക്ഷരമാണ് വ എന്നുള്ളത്. അപ്പം അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും നീ ആരാധിക്കരുത് എന്നും വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാവിനോടും പിതാവിനോടും ഏറ്റവും നല്ല രൂപത്തിൽ നീ വർത്തിക്കണം എന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിധിയോട് ചേർത്ത് വെച്ചുകൊണ്ട് വാ എന്ന പദം കൊണ്ട് രണ്ട് വസ്തുക്കളെ ചേർത്ത് പറയുമ്പോഴേ തുല്യ പ്രാധാന്യമുള്ളതോ തുല്യതയോട് അടുത്ത പ്രാധാന്യമുള്ളതോ ആയ കാര്യങ്ങളാവണം. അത് പ്രധാനമന്ത്രിക്ക് ഇരിക്കാൻ ഒരു കസേരട്ടിട്ടേ അതിന്റെ അടുത്ത കസേരയിൽ ഇന്ന ഇരുത്തൂലല്ലോ. അഥവാ ഞാൻ ഇരിക്കണമെങ്കിൽ ഞാൻ ആ പ്രധാനമന്ത്രിയോളം അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള ആളാവണ്ടേ. അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു.
നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിലാവണം നിന്റെ സഹവാസമെന്നും നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ആ വിധിയുടെ ഒരു വലിപ്പേ, ആ വിധിയുടെ ഒരു ഗൗരവേ അല്ലേ? മടമ്പും വന്ന് തുണി താവണുണ്ടോ, അല്ലെങ്കിൽ സംസാരത്തിൽ വല്ല പിഴവ് ഉണ്ടാവണുണ്ടോ എന്നൊക്കെ ചിക്കിച്ചകഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ഓനും ബാപ്പാനിയമ്മാനെയും കണ്ടിട്ടുണ്ടാവില്ല, നോക്കുന്നുണ്ടാവില്ല, ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ബാപ്പാനിയമ്മാനെയും നോക്കുക എന്നുള്ളത് അതിന്റെ സ്ഥാനം എവിടെ ഇറങ്ങല്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതിന്റെ തൊട്ട് താഴെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ലോകത്തുള്ള മനുഷ്യനോടുള്ള ഏത് കൽപ്പനയും അതിന്റെ താഴെയുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട, എന്നാൽ മനുഷ്യൻ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതാണ്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഇഷ്ടത്തോടു കൂടി അള്ളാഹു സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്? ഒന്നാമതായിട്ട് പ്രവാചകന്റെ മറുപടി അറിയോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായ നിസ്കാരമാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ റബ്ബിന് അത് അത്ര ഇഷ്ടമാണ്. നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അത്രയും തോറ്റുപോയവരാണ്. അസ്വലാത്തു, നിസ്കാരം. പിന്നെ ചോദിക്കണേ, അത് കഴിഞ്ഞിട്ട് ഏതാണ്? അത് കഴിഞ്ഞിട്ട് ഏതാണ്? രണ്ട്. ഏതാ കാര്യം? എന്താ രണ്ടാമത്തേത്? ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. ചോദ്യകർത്താവ് വീണ്ടും, പിന്നെ ഏതാണ്? മൂന്ന്. അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ജിഹാദിന് വേണ്ടി യമനിൽ പോണ ആൾക്കാർ, ജിഹാദിന് വേണ്ടി സിറിയയിൽ പോണ ആൾക്കാർ അവനാന്റെ കുടുംബത്തിലെ നാട്ടിൽ വിട്ട് പോവുക. എന്തിനാ പോണ്ടേ? എനിക്ക് ജിഹാദ് ചെയ്തിട്ട് എനിക്ക് ഷഹീദായിട്ട് എനിക്ക് സ്വർഗത്തിലെത്തണം അല്ലേ? ഷഹീദാവാൻ, സ്വർഗത്തിലെത്താൻ യമനിൽ പോണ്ട, സിറിയയിൽ പോണ്ട. നിങ്ങക്ക് വയസ്സായ ബാപ്പിമ്മയുണ്ടോ? ആ ബാപ്പാനിമ്മാനും നോക്കണ കൂലി ഉണ്ടല്ലോ, അതിന്റെ താഴെയുള്ളൂ ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയണേ, എനിക്ക് ദീന് സ്വീകരിച്ചിട്ടുണ്ട്, ആ ദീൻ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് ഈ നാട് വിട്ട് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഹിജ്റ പോകണം, എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് എനിക്ക് ഷഹീദാകണം. ചെറിയ ആഗ്രഹം, ഉഷാറല്ലേ? നല്ല രണ്ടാഗ്രഹമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചോദിക്കണേ, നിനക്ക് വാലിദൈ, നിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. രണ്ടാളുണ്ട്. ആരാവരെ ശുശ്രൂഷിക്കുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. എന്നാൽ നീ പോയി നിന്റെ മാതാപിതാക്കളെ നോക്ക്. അയാൾ പറഞ്ഞു, അല്ല, എനിക്ക് സ്വർഗം കിട്ടണം, ഷഹീദാവണം, എനിക്ക് ഹിജ്റ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്, പേരും പെരുമയൊന്നല്ല. യുദ്ധം ചെയ്തോ ഷഹീദായി, അങ്ങനെയായി ഇങ്ങനെയായി, അങ്ങനെ പേരും പെരുമയൊന്നും അല്ല. നിനക്ക് വേണ്ടത് ആത്മാർത്ഥമായിട്ട് അള്ളാന്റെ കൂലിയാണോ? അതെ, എന്നാ ചെല്ലു വീട്ടുകാരന് ഓരെ നോക്ക്, നിന്റെ കൂലി അവിടെയാണ്. നിന്റെ ഷഹീദ് അവിടെയാണ്, നിന്റെ ഷഹാദത്ത് വീട്ടിലാണ്, നിന്റെ ജിഹാദ് ആ മാതാപിതാക്കളെ സംരക്ഷിക്കലാണ് അല്ലേ? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ജാ അഅറാബിയുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഅറാബിയായ പരിഷ്കൃതനല്ലാത്ത ഗ്രാമങ്ങളിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? മൽ കബായിർ യാ റസൂലല്ലാഹ്, മൽ കബായിർ. എന്താ കബായിർ? കബീർ നിങ്ങൾക്ക് അറിയില്ലേ? വലുതെന്ന. കബായിർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് വലിയ പാപങ്ങൾ, വലിയ കുറ്റങ്ങൾ ഉണ്ടല്ലോ. ഇസ്ലാമിൽ ആന കട്ടാലും അടക്ക കട്ടാലും ഒരേപോലെയല്ല. തെറ്റുകൾക്ക് അതിൻ്റെ ഒരു എന്താ പറയാ, ഒരു വലിപ്പ ചെറുപ്പൊക്കെ ഉണ്ട്. ഇദ്ദേഹം ചോദിക്കുന്നത്, തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത കുറ്റം ഏതാണ്? ഏറ്റവും വലിയ തെറ്റ് ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ മറുപടി മൽ കബായിർ ഖാല, പ്രവാചകന്റെ മറുപടി അൽ ഇശ്റാഖു ബില്ലാഹ്. അൽ ഇശ്റാഖു ബില്ലാഹ്, ഏറ്റവും വലിയ കൽപ്പനയായി എന്താ പറഞ്ഞത്? അള്ളാഹനെ മാത്രം ആരാധിക്കലല്ലേ? ആ ആരാധന അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കൽ അഥവാ ശിർക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും കടുത്ത കുറ്റം. നമ്മൾ കുറെ പഠിച്ചല്ലേ?
ഷിർക്കാണ് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധന, അള്ളാഹുവിനോട് മാത്രം ഉണ്ടാവേണ്ട പ്രാർത്ഥന. അത് അള്ളാഹു അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഷിർക്കുണ്ടല്ലോ, അതാണ് ഭൂമിയിലെ ഏറ്റവും കടുത്ത പാപം. പ്രവാചകൻ പറഞ്ഞു, ആ അഅറാബി തന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈൻ. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ എടങ്ങേറാക്കാണ്, കൊല്ലലാണെന്നല്ല, തല്ലലാണെന്നല്ല, പട്ടിണിക്കിടലാണെന്നല്ല, അവരെ എടങ്ങേറാക്കുക, അവരെ പ്രയാസപ്പെടുത്തുക. ജീവിതത്തിന്റെ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ട് മറ്റൊരാളുടെ ഔദാര്യത്തിന് വേണ്ടി കണ്ണുചിമ്പി കാത്തിരിക്കേണ്ട കാലത്ത് അവരെ പ്രയാസപ്പെടുത്തുക എന്നതാണ് ശിർക്ക് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും കടുത്ത പാപമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന് വഴിയാധാരമാകുന്ന രക്ഷിതാക്കളുടെ കണ്ണീരിന്റെ കഥകളാണ്. ഒരായുഷ്കാലം മുഴുവനും കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ചെലവഴിച്ച് അവസാനം ഒന്നുമില്ലാത്തവനായി. അതിന് കാരണങ്ങൾ ഉണ്ടാവാം, അത് അയാളുടെ കാരണം തന്നെയാവണമെന്നില്ല. അവന്റെ കാരണം ബുദ്ധിയിലുണ്ടാകുന്ന കുറവ്, മസ്തിഷ്കത്തിന്റെ തകരാറുകൾ, ചിന്താശേഷിയിലെ തകരാറുകൾ, തീരുമാനമെടുക്കുന്നിടത്തെ തകരാറുകൾ, പെരുമാറ്റത്തിലെ തകരാറുകൾ, വാക്കിലെ തകരാറുകൾ, പ്രവർത്തനങ്ങളിലെ തകരാറുകൾ, ഇതൊക്കെ വാർദ്ധക്യത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ്. 40 വയസ്സുള്ള ഒരാൾ ചിന്തിക്കുന്ന പോലെ 65 കഴിഞ്ഞ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. 65കാരൻ ചിന്തിക്കുന്ന പോലെ 85 കഴിഞ്ഞോ ചിന്തിക്കൂല. അവന്റെ തലച്ചോറിലെ കോശങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവുകൾ, അവന്റെ കോശങ്ങൾക്കുണ്ടാകുന്ന നാശങ്ങൾ, ശരീരത്തിലെ കോശങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അപജയങ്ങൾ, ഇതൊക്കെ ആ മനുഷ്യന്റെ കഴിവിനപ്പുറത്തുള്ള ചില സംഗതികളാണ്. അത് അല്ലാഹു തആല ഒരേ സമയം രണ്ടാളെ പരീക്ഷിക്കുക. ഒന്ന്, വാർദ്ധക്യം ബാധിക്കുന്ന മനുഷ്യന് പരീക്ഷണമാണ് വാർദ്ധക്യം. രണ്ട്, ആ വാർദ്ധക്യം ബാധിച്ച ഒരാളെ സംരക്ഷിക്കേണ്ട മനുഷ്യനുണ്ടല്ലോ, അവനും ഒരു പരീക്ഷണമാണ് വാർദ്ധക്യം, അല്ലേ? അതുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ സൂറത്തു ഇസ്രായിലെ വാക്കുണ്ടല്ലോ, ആ ആയത്തിലെ വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ മറ്റൊന്നിനെയും നീ ആരാധിക്കരുത് എന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കളോട് ഇഹ്സാനോട് കൂടി വർത്തിക്കണം. എന്താ ഇഹ്സാൻ? മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞപ്പോ നല്ല ഭക്ഷണം കൊടുക്കണം, മാസാമാസം മെഡിക്കൽ ചെക്കപ്പ് കൊടുക്കണം, പെരുന്നാൾക്ക് തുണി കുപ്പായം വാങ്ങി കൊടുക്കണം, ഇടക്കിടക്ക് ടൂർ കൊണ്ടുപോകണം, അങ്ങനെ നമ്പർ ഇട്ട് എഴുതല്ല ചെയ്തേ. വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ സമയത്ത് തലങ്ങളിൽ ആ മാതാപിതാക്കളും ഞാനും ബന്ധപ്പെടേണ്ടി വരുന്നുണ്ടോ അവിടെയൊക്കെ ഇഹ്സാൻ ഉണ്ടായിരിക്കണം. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ആ കാര്യത്തിലെ ഏറ്റവും നല്ല അവസ്ഥ. ഒരു ബിസ്ക്കറ്റും പാക്കറ്റ് വാങ്ങിക്കോന്ന് എൻ്റെ അമ്മ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞാൽ എനിക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും നല്ല ബിസ്ക്കറ്റിൻ്റെ വാപ്പ കിട്ടിയില്ല, അതാ ഇഹ്സാൻ. ബാപ്പാക്ക് ഒരു തുണി വാങ്ങിക്കട്ടോന്ന് എന്നോട് ഉമ്മ പറഞ്ഞാൽ എൻ്റെ ബാപ്പാക്ക് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തുണി വാങ്ങണം. ബാപ്പാനോടൊരു വാക്ക് ഞാൻ പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ ബാപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വാക്ക് എൻ്റെ ബാപ്പാനോട് ഉമ്മാനോട് ഞാൻ പറഞ്ഞിരിക്കണം. അതാണ് ഇഹ്സാൻ. വല്ല ഞാൻ പറഞ്ഞില്ലേ, ഖുർആന്റെ ശൈലി ആഴത്ത് കണ്ടിറങ്ങിയാൽ കാല് നിലത്ത് തട്ടൂല, അടീക്ക് ഇങ്ങനെ പോകും. ഈ ഇഹ്സാൻ മാത്രം ചിന്തിച്ചാണ്ടല്ലോ ഒരു ജീവിതകാലം മുഴുവൻ ചിന്തിച്ചാലും ഇഹ്സാന്റെ അടീക്ക് നമ്മൾ എത്തൂല. ആ ശൈലി മാതാപിതാക്കൾക്ക് ഇന്നത് ചെയ്യണം എന്നല്ല പറഞ്ഞേ, നീ എന്ത് അവർക്ക് ചെയ്യണമോ അതിലൊക്കെ ഇഹ്സാൻ ഉണ്ടായിരിക്കണം. ഏറ്റവും നല്ല, അതിന് നമ്മൾ ഒരു സഹാബിയുടെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലേ? ആ സഹാബിയുടെ ഉമ്മ ആവശ്യപ്പെട്ടത്, നമ്മളൊക്കെ ഈ തെങ്ങിന്റെ തല വെട്ടുമ്പോഴേ, നമ്മുടെ വീട്ടിൽ തെങ്ങ് മുറിക്കുകയാണെങ്കിൽ അതിന്റെ തലഭാഗം വെട്ടിയിട്ട് നമ്മളതിന്റെ കൂമ്പിന്റെ ആ വെളുത്തൊരു സാധനം, എന്താ പേര് പറയില്ലേ, തെങ്ങിന്റെ കരിമ്പ് എന്തൊക്കെ പറയും, അത് തിന്നാൻ നല്ല രസമാണ്. തെങ്ങ് വെട്ടുമ്പോൾ നമ്മൾ ആ തൂമ്പ് വെട്ടിയിട്ട് ഉള്ളിക്ക് കൈയിട്ടിട്ട് ആ വെളുത്ത സാധനം അങ്ങനെ വാരി തിന്നും. അതേ സാധനം ഈത്തപ്പനക്കുണ്ടുതാ, തെങ്ങ് പോലെ തന്നെ ഏകദേശം ഈത്തപ്പന. അപ്പോ ഒരു സഹാബിയുടെ ഉമ്മ പറയണേ,
എനിക്ക് ഒരു ഈത്തപ്പനന്റെ തൂമ്പ് തിന്നാൻ വല്ലാതെ പൂതി, കുറെ ആയല്ലോ തിന്നിട്ട്, വിലക്കാതോടെ നിന്നോളി നിങ്ങൾ. ഈത്തപ്പന്റെ തൂമ്പ് ബറ്റ് വിലകിന് കുത്താണ്, അവിടെ ഇരുന്നോളി പറഞ്ഞ് മൂലക്കെടുകയല്ല, കത്തി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. മൂപ്പർക്ക് ഈത്തപ്പന തോട്ടുണ്ട്, കുറെ തോട്ടം, ഒന്നല്ല കുറെ തോട്ടുണ്ട്. ആ തോട്ടം മുഴുവൻ നടന്നിട്ടേ ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഏറ്റവും കായുള്ള തോട്ടമുണ്ട്, ഒരു മരമുണ്ട്, ഒരൊറ്റ മരം, ബപ്പാര മരം. ആ മരത്തിന്റെ തൂമ്പ വെട്ടി, ആ മരം ഉണങ്ങി. പക്ഷേ ആൾക്കാർ അദ്ദേഹത്തെ ഗുണദോഷിച്ചു. അത് ഉമ്മാക്ക് ഒരു ഉണങ്ങിയ ഈത്തപ്പനത്തിന്റെ തല കൊടുത്താൽ പോരേനോ, എന്തിനതൊക്കെ? അയാൾ പറഞ്ഞെന്താ അറിയാം, വബിൽ വാലിദൈനി ഇഹ്സാന എന്ന എൻ്റെ ഖുർആൻ പറഞ്ഞേ. ഈത്തപ്പനേക്കാൾ എൻ്റെ അമ്മാനേക്കാൾ മേലല്ലോ ഈത്തപ്പന അല്ലേ? കടക്കുമ്പോൾ പോലും നല്ല റൂമിൽ ഉമ്മാനെയും ബാപ്പാനെയും കടത്താത്തോല്, ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പിലെ സീറ്റിൽ ഉമ്മാനെയും ബാപ്പാനെയും ഇരുത്താത്തോല്, കൊലായ്മ ഇരിക്കാനായിക്കൂല ബാപ്പാൻ എന്തരങ്ങള് താർക്കിച്ച് തുപ്പിയിട്ട് മിറ്റത്താകെ വൃത്തിയേടാകും. ഈ മിറ്റൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മളെ ഉണർത്തിയ ബാപ്പിമ്മയുണ്ടല്ലോ, അത് നമ്മളൊക്കെ മറന്ന്. അതുകൊണ്ട് വബിൽ വാലിദൈനി ഇഹ്സാനാന്നില്ല ഒരൊറ്റ വരിങ്ങൾ മനസ്സിൽ വേണം. ഉമ്മയും ബാപ്പി പോയോലുണ്ട്, ഇനി പടച്ചോനത്തേക്ക് പിടി. ജീവിച്ചിരിപ്പുള്ളവരുണ്ടല്ലോ, ആ മാതാപിതാവ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മയും ബാപ്പിയും ഇടങ്ങേറാവരുത് എന്ന് തീരുമാനിക്കാനുള്ള കടമ അത് എന്റേതാണ്. അതെന്റെ ഔദാര്യമല്ല. എൻ്റെ റബ്ബ് ഈ ഭൂമിയിൽ എന്നെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, രണ്ടിൻ്റെ ബാപ്പാനിമാനെ നോക്കലാണ്. ഈ മാതാപിതാക്കളെ അവഗണിച്ചിട്ട് ഓലെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ട് ഓലെ നോക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പലപ്പോഴും പല വീടുകളിലും കാണാം. എങ്ങനെയോ ഉണ്ടായ ഒരു സാമൂഹിക നിയമ, ചെറിയ മകൻ അത്ര ബാപ്പാനിമാനെ നോക്കണ്ടേ, ഓന്റെ പെണ്ണുങ്ങൾ അത്ര നോക്കണ്ടേ, എന്നിട്ട് പിന്നെ വേറെ ചില കഥകളാണ് ഉണ്ടാവുക. ഓരോരുത്തർക്കും, ഒരു ബാപ്പാക്കും ഉമ്മാക്കും എത്ര മക്കളുണ്ടോ ആ മക്കൾക്കൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മളൊക്കെ കെട്ടിക്കൊടുന്ന പെണ്ണുങ്ങളുണ്ടാവും, ഓൾക്കുണ്ടാവും ബാപ്പിയും. ആ ബാപ്പാനിമ്മാനി നോക്കേണ്ട ചുമതല നമ്മളെ പെണ്ണിനുണ്ട്. അത് നമ്മുടെ കൂടി ഉത്തരവാദിത്ത. എടി എൻ്റെ അമ്മക്ക് സുഖല്ല, ഒന്ന് പോയി കൊടുത്ത ആശുപത്രിക്ക്, അല്ലെങ്കിൽ ഉമ്മാക്ക് സുഖല്ല, ഉമ്മാനെ 4 ദിവസം കെട്ട് കൊടുന്ന ചില ആൾക്കാർക്കുണ്ടല്ലോ. നമ്മളമ്മയും ബാപ്പയും മാത്രം, നമ്മളമ്മ ബാപ്പ, ഓളമ്മ തള്ള, ഓള വാപ്പ തന്ത, നമ്മളത് ഉമ്മ അപ്പ അല്ലേ? കരുതിക്കൊള്ളി, മാതാപിതാക്കളെ കുറിച്ച് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സാധാരണ വാക്കല്ല കേട്ടോ, അതിന് ഭയങ്കര ആഴുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ, എന്താ പറഞ്ഞത്? റിളാഉർ റബ്ബ് ഫീ റിളാഇൽ വാലിദൈൻ. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ റജുലുൻ, റസൂലുള്ളാഹി പറയാണ്, റിളാഉല്ലാഹി ഫീ റിളാഇൽ വാലിദി. അല്ലാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ തൃപ്തിയുമായി കണക്റ്റഡാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റേ കിട്ടുള്ളൂ. അള്ളാന്റെ വെറുപ്പ് എന്ന് പറയുന്നത് ഫീ സഖ്തിൽ വാലിദ്, അത് മാതാപിതാക്കളുടെ വെറുപ്പായിട്ട് കണക്റ്റാ. ഒരാൾ വെറുത്തോ പടച്ചോൻ വെറുക്കും. മാതാപിതാക്കൾക്ക് ഇഷ്ടമാണോ അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോ നല്ല പണിയാ, ജീവിതത്തിലെ വലിയ ദൗത്യമാണ്. നമ്മളെ കുടുംബമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ ഇത്രയൊക്കെ പൈസ ചെലവാക്കിയിട്ടും ഇത്രയൊക്കെ വീട് വലുതാക്കിയിട്ടും ഇങ്ങനൊക്കെ ആഴ്ചയിൽ ടൂർ പോയി 2 ആഴ്ചയിൽ മന്തി ബിരിയാണി ബ്രോസ്റ്റും ഒക്കെ വാങ്ങി പെരൻ്റെ ഉള്ളിൽ നിറച്ചിട്ടും സമാധാനം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിലേ ഒന്ന് ബാക്ക് ആലോചിച്ച് നോക്കണ്ടേ. എവിടെങ്കിലും ഇട്ട് ചവിട്ടിയിട്ടുണ്ടോ? എവിടെങ്കിലും ആ കണ്ണീര് വീണിട്ടുണ്ടോ? എവിടെങ്കിലും ഇടങ്ങാറായിട്ടുണ്ടോ? അനുഭവിച്ചിട്ടേ പോകൂ. എന്തുണ്ടായിട്ടും കാര്യമില്ല, ആരുണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് മുമ്പിലേക്കൊന്ന് ഇരുന്ന് കൊടുത്താൽ സഫ് കുറേ വിടവുണ്ട്, സഫിൽ വിടവുണ്ടാകരുത് ഒരിക്കലും. നമ്മൾ ഇരിക്കുമ്പോഴേ പൂർത്തിയാക്കിയിരിക്കുക. പിന്നെ ഈ മാതാപിതാക്കൾ അവരും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലിപ്പം വ്യക്തമാക്കുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. എന്താണ് ഹദീസ്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ആ ഹദീസിന്റെ അർത്ഥം മുഴുവൻ അങ്ങനെ വായിച്ച് പദാർത്ഥം പറയുകയല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം കേട്ടോ. ഞാൻ ആ ഹദീസ് വായിക്കാതെ ചുരുക്കി പറയാം. കാന റജുലുൻ മിൻ ബനി ഇസ്രായീൽ യുഖാലു ലഹു ജുറൈജ്. ബനു ഇസ്രായേലിയുടെ കൂട്ടത്തിൽ പണ്ട് ജുറൈജ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ജുറൈജ്. ഈ ജുറൈജ് സാധാരണക്കാരനല്ല കേട്ടോ, ഒരു ആബിദാണ്. എന്താ ആബിദ് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത് ജീവിതത്തിന്റെ ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് മുഴുവൻ സമയത്തിലും ഇബാദത്തിന് വേണ്ടി അങ്ങനെ ഇബാദത്ത് അതിൽ മുഴുകിയ ഒരു ആബിദായ മനുഷ്യനായിരുന്നു കേട്ടോ ജുറൈജ്. അങ്ങനെ ഈ ജുറൈജ് ഒരിക്കൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനൊക്കെ ആൾക്കാരെ ശല്യമില്ലാതാക്കാൻ വേണ്ടി ഒരു കുന്നിന്റെ മേലെ ഒരു ചെറിയ ഒരു പർണശാല, പള്ളി എന്ന് പറഞ്ഞുകൂടാ, ഒരു ചെറിയ കൂടാരം കെട്ടി അദ്ദേഹം. എന്നിട്ട് അതിൽ പോയിട്ട് അദ്ദേഹം അങ്ങനെ അത് ഒഴിവുള്ള സമയത്തൊക്കെ ആരാധനയിൽ അങ്ങനെ ആയിക്കൊണ്ടേ. അങ്ങനെ ഒരിക്കൽ ജുറൈജിന്റെ ഉമ്മ അദ്ദേഹത്തെ കണ്ടിട്ട് ഇത്തിരി ദിവസമായി. അതുകൊണ്ട് ആ ഉമ്മക്ക് ജുറൈജിനെ കാണാൻ ഒരു പൂതിയായി. ഫജാഅതുഹു ഉമ്മുഹു. അങ്ങനെ ജുറൈജിന്റെ ഉമ്മ ആ മല കയറിയിട്ട് ഈ ജുറൈജ് നിസ്കരിക്കുന്ന ആ പർണശാലയുടെ മുറ്റത്ത് എത്തട്ടോ. ഫദഅതുഹു. ആ ഉമ്മ വിളിക്കുകയാണ്. ഉമ്മ കുറേ വിളിച്ചു, ജുറൈജെ, മോനെ ജുറൈജെ, അങ്ങനെ വിളിക്കുകയാണ്. പക്ഷേ ജുറൈജ് നിസ്കാരത്തിലാണ്. അയാളുടെ മനസ്സിൽ ഞാൻ ഉജീബഹ ഔ ഉസല്ലി, ഞാൻ എൻ്റെ ഉമ്മാക്ക് ഉത്തരം നൽകണോ അതല്ല നിസ്കാരം പൂർത്തിയാക്കണോ, അയാൾക്ക് ആകെ കൺഫ്യൂഷനായി. പക്ഷെ അയാൾ നിസ്കാരത്തിൽ തന്നെ ഉറച്ചു നിന്ന് പിന്നെയും വിളിച്ച് മല കയറി വന്ന് കഷ്ടപ്പെട്ട് മോനെ ഒന്ന് കാണാൻ വേണ്ടി ഇത്ര നേരം വിളിച്ചിട്ടും ആ മകൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ മകന്റെ വിളി, ഉമ്മാന്റെ വിളി ആ മകൻ കേൾക്കാതിരിക്കുകയോ ചെയ്തപ്പോൾ ആ ഉമ്മാക്ക് സ്വാഭാവികമായി ഒരു ദേഷ്യം ഉണ്ടായി. ആ ഉമ്മാക്ക് ഇത്ര ഞാൻ നോക്കിയിട്ടും ആ മകൻ വന്നില്ലല്ലോ. അവസാനം ഉമ്മ ഒരു ശാപം, ഒരു വലിയ മനുഷ്യൻ, ഒരു ആബിദ് നോക്കിക്കടാ, ഒരു വേശ്യയുടെ മുമ്പിൽ മാനം കെട്ടിട്ട് ഈ ലോകത്തുനിന്ന് പോവുള്ളൂ. ഒരു വേശ്യന്റെ മുമ്പിൽ മാനം കെട്ടിട്ട് ഈ ലോകത്തുനിന്ന് പോവുള്ളൂ. ഉമ്മാന്റെ ഒരു ശാപം. ജുറൈജ് ബേജാറായി, ഉമ്മ ഇറങ്ങിപ്പോന്ന്. പിന്നെ അവിടെ നടക്കുന്ന സംഭവം റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഈ ജുറൈജ് നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ. ഒരിക്കൽ ആ നാട്ടിലെ ഒരു മോശം സ്ത്രീ ഉണ്ട്. ആ മോശപ്പെട്ട സ്ത്രീ ജുറൈജിന്റെ അടുത്ത് എന്നിട്ട് എങ്ങനെയെങ്കിലും ജുറൈജിനെ കൂട്ടിപ്പിടിച്ച് തന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി അവൾ ജുറൈജിനെ വശീകരിക്കാനും ജുറൈജിനെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞും വസ്ത്രങ്ങളൊക്കെ മാറ്റി ജുറൈജിനെ തനിക്ക് വശീകരിക്കാനൊക്കെ ആ സ്ത്രീ ഒരുപാട് ശ്രമിച്ചു. ജുറൈജ് ഇഞ്ചനങ്ങിയില്ല. അയാൾ ആബിദ ഇറങ്ങിപ്പോടിയോട് പറഞ്ഞു, ആട്ടി വിട്ടോളെ. പോണ പോക്കിലോട് പറഞ്ഞ് എനിക്ക് ഞാൻ കാട്ടി തരാട്ടോ, എനിക്ക് ഞാൻ കാണിച്ചു തരാറുണ്ട്. പെണ്ണങ്ങനെയുള്ളൂ. അങ്ങനെ ഈ പെണ്ണ് പോയി ഏതോ ഒരു ആട്ടിടയനെ കൂടെ അവൾ ജീവിച്ച് അങ്ങനെ അവൾ ഗർഭിണിയായപ്പോൾ നാട്ടുകാർ അറിഞ്ഞേ. കല്യാണം കഴിക്കാതെ ഈ പെണ്ണ് ഗർഭിണിയായത് നാട്ടുകാർ ചോദിച്ചു, ആരുടെ ഈ കുട്ടിൻ്റെ വാപ്പ? ആ പെണ്ണിന് പഴയ പ്രതികാരത്തിൻ്റെ കഥ ഓർമ്മന്ന് ആ പെണ്ണ് ചൂണ്ടിയില്ല, ഇയാളാണ് പറഞ്ഞു. അല്ലാ, നാട്ടുകാർക്ക് പിന്നെ വേറെ എന്തെങ്കിലും കിട്ടാണ്ടോ? കാരണം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനായി ആബിദായി ജീവിക്കുന്ന ഇവൻ, അവനാണ് ഈ മൗലിയന്മാർ തെറ്റിയത്. അങ്ങനെയാണല്ലോ, വാർത്തകളായി. ഇത് നാട്ടിലാകെ കൊടുങ്കാറ്റായി. എല്ലാവരും ജുറൈജിനെ വളഞ്ഞ് കണ്ടമാനം മർദ്ദിച്ച് ആരാധനയ്ക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കിയ വീടുണ്ടല്ലോ അവർ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ കള്ള സന്യാസി, പൂച്ച സന്യാസി പേരിങ്ങനെ കണ്ടാൽ എപ്പോഴും നിസ്കാരം തോൽക്കുക, അതിൻ്റെ പണിയില്ലാല്ലേ. നാട്ടുകാർ നന്നായിട്ട് ആഘോഷിച്ചു. ജുറൈജ് ഒന്നും ചെയ്യാല്ല, ആരാ വിശ്വസിക്കുക? അവസാനം ജുറൈജ് പറഞ്ഞ് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ. അയാൾ ഒന്നുകൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച്. അത് അള്ളാഹുവിൻ്റെ ഔലിയാണ് ജുറൈജ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ സഹായം ജുറൈജിന് വരികയാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം പൊട്ടിയിട്ട് ജുറൈജ് എഴുന്നേറ്റ് പോയിട്ട് ആ സ്ത്രീയുടെ കയ്യിലുണ്ട് ആ ചോര കുഞ്ഞ്. ജുറൈജ് ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ ആരാ എൻ്റെ വാപ്പ? അത് സാധാരണ സംഗതിയല്ല, അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ള കൊടുക്കുന്ന മഹത്തായ ചില അവസ്ഥകളാണ്. അതിനാണ് കറാമത്ത് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു മുഅ്ജിസത്ത് ആർക്കാ കിട്ടുക? അത് പ്രവാചകന്മാർക്കാ കിട്ടുക. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്, അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കൾക്ക് അള്ള കൊടുക്കുന്ന ചില സമയത്ത് കൊടുക്കുന്ന ചില പ്രത്യേകമായ അവസ്ഥകളുണ്ട്. അതിന് പറയുന്ന പേര് കറാമത്ത് എന്നാണ്. കറാമത്തുണ്ട്, കറാമത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കറാമത്ത് ഇസ്ലാമികമായി നമ്മൾ വിശ്വസിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ആ കറാമത്ത് വെളിപ്പെടുകയാണ്. ആ കുട്ടി സംസാരിച്ചു, എൻ്റെ ഒപ്പ ഈ മലഞ്ചെരുവിൽ പാർക്കുന്ന ആടിനെ നോക്കുന്ന ഇന്ന ആട്ടിടയനാണ്. ആളുകൾക്ക് അവർ ചെയ്ത തെറ്റിന്റെ വലിപ്പം മനസ്സിലായി. ജുറൈജിനോട് മാപ്പ് ചോദിച്ചു. ജുറൈജിന്റെ പർണശാല അവർ വീണ്ടും കെട്ടിക്കൊടുത്തു. സദ വേറെ, പക്ഷേ
നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ നിങ്ങൾ? ഇത്ര വലിയ ആബിദായിട്ടും ആ ഉമ്മാൻ്റെ ഒരു ശാപം നോക്കുകയാണെങ്കിൽ ഈ അങ്ങനെ വലിയ വലിയ നല്ല ആളായിട്ട് ജീവിക്കണ്ട. ഒരു വേശ്യയുടെ മാനം കെട്ടിട്ടെ നീ ഇവിടുന്ന് പോകുള്ളൂ എന്ന് അമ്മ പറഞ്ഞ വാക്ക് നോക്കി നിങ്ങൾ. അതെങ്ങനെയാണ് അല്ലേ? ജുറൈജ് നമ്മളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെവിടെ? ജുറൈജ് രണ്ടാമത് കര കയറി. അത് അദ്ദേഹത്തിൻ്റെ ഇബാദത്തിൻ്റെ മഹത്വം കൊണ്ടാ. നമ്മളൊക്കെ പെട്ടാലേ തിരിച്ച് കയറാൻ കഴിയില്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ ശാപം ഒരു നിമിഷമെങ്കിലും അവരെ ഇടഞ്ഞാറാക്കിയിട്ട് ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് നമുക്കെതിരെ വന്നാണ്ടല്ലോ, അത് താങ്ങാൻ നമ്മുടെ കഴിവും സമ്പത്തും സ്വാധീനം മുഴുവൻ മതിയാവില്ല. അതുകൊണ്ട് അത് നന്നായി ശ്രദ്ധിക്കുക. ബാപ്പാനിമ്മാനി ചേർത്ത് പിടിക്കുക. ഈ ആയത്ത് ഒന്നുകൂടി വിശദീകരിക്കാനാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്കത് വിശദീകരിക്കാം. നമ്മുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാൻ, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരെ നമ്മൾ നന്നായി കൂടെ നിർത്തുക. കുറച്ചുകൂടി കഴിയട്ടെ, ഒരു കിടക്കട്ടെ, കിടന്നിട്ട് നോക്കാന്ന് വിചാരിച്ചാലേ പൊന്നാര കൂട്ടരെ ചോദിക്കാതെ പറയാതെ ഒരു പോയാൽ അതിൻ്റെ സങ്കടം അത് പിന്നെ നമ്മൾ അനുഭവിച്ചു നോക്കിയറിയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു ചിന്ത, ഒരു പ്ലാനിങ്, ഒരു ജീവിതം, അതിൻ്റെ ഒരു കണക്ക് നമ്മളിൽ ഉണ്ടാവരുത്. വീടുണ്ടാക്കുന്നുണ്ടോ? ഉമ്മാക്കും പാപ്പാക്കും സ്ഥലം ഉണ്ടാവണം. നമ്മളൊരു കാര്യം യാത്ര പുറപ്പെടുന്നുണ്ടോ? ഉമ്മാക്കും പാപ്പാക്കും റോൾ ഉണ്ടാവണം. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടോ? ഉമ്മാക്കും പാപ്പാക്കും അതിലൊരു സ്ഥാനം ഉണ്ടാവണം. അത് ഉമ്മാനോട് പിന്നെ പറയാം, പാപ്പാനോട് പറയണമെന്നൊന്നുമില്ല. അല്ല, ഓലക്കൊണ്ട് എന്തെങ്കിലും പാപ്പാക്ക് എന്താ ചെയ്യാൻ കഴിയാ, ഉമ്മാക്ക് എന്താ ചെയ്യാം? ഒന്നും ചെയ്യാൻ കഴിയണ്ട. പക്ഷേ അവരുടെ റബ്ബായ പടച്ചോണ്ടല്ലോ, ആ പടച്ചോൻ എന്തിനും കഴിയുന്നവനാ. അത് മറക്കരുത്. അങ്ങനെ നമ്മൾ മാതാപിതാക്കളെ അവഗണിക്കാനുള്ള കാരണം എന്താ അറിയോ? ഉമ്മാക്ക് വയസ്സായില്ലേ, ഉമ്മാക്ക് എന്തിനാ കയ്യ, ബാപ്പാക്ക് വന്ന കൂട്ടരെ ഉമ്മയും ബാപ്പിയല്ല പ്രശ്നം. ഉമ്മയും ബാപ്പിയാണോ പറഞ്ഞേ നിങ്ങൾ ഞങ്ങളെ നോക്കണമെന്ന്? നമ്മളോട് ഈ വയസ്സായ ഉമ്മാനെയും ബാപ്പാനെയും നോക്കണമെന്ന് ഇത്ര ഗൗരവത്തിൽ പറഞ്ഞ ഉമ്മയും ബാപ്പിയല്ല പറഞ്ഞേ, പടച്ചോനാ പറഞ്ഞേ. അപ്പൊ അത് ധിക്കരിക്കുമ്പോഴേ അത് ഉമ്മാന്റെയും ബാപ്പാന്റെ അടുത്തേക്കല്ല പോവുക, പടച്ചോന്റെ അടുത്തേക്കാ പോവുക. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനപരമായ നിലനിൽപ്പിനും മുന്നോട്ട് പോകുന്നതിനും സന്തോഷത്തോടെ ജീവിക്കുന്ന മാതാപിതാക്കൾ നമുക്കുണ്ടാവണം. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ വേദനിപ്പിക്കുന്ന, അവരെ സങ്കടപ്പെടുത്തുന്ന ഏതെങ്കിലും വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്തുണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അർഹമുർ-റഹീമായ പടച്ചറബ്ബ് നമുക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ പടച്ചറബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഒന്ന്, ഇന്നത്തെ നമ്മുടെ